ഇന്നത്തെ വീഡിയോയിൽ മേഘങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ ടൈപ്സ്. ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയെ അടിസ്ഥാനമാക്കി മേഘങ്ങളെ 4ആയി തിരിക്കാം. സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ്. അതിലാദ്യം സിറസ് മേഘങ്ങൾ. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. വളരെ ഉയരത്തിൽ എല്ലായ്പ്പോഴും വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണിത്. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും പഞ്ഞിക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്നു. ക്യുമുലസ് മേഘങ്ങൾ പ്രസന്നമായ കാലാവസ്ഥയിൽ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ്. ഉയർന്ന സംവഹന പ്രക്രിയയിലൂടെ ഫലമായി തൂവൽക്കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. പരന്ന അടിഭാഗത്തോടു കൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ്. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റിലുള്ള അവസരങ്ങളിലും കാണപ്പെടുന്ന മേഘങ്ങൾ സ്ട്രാറ്റസ്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. നിംബസ് മേഘങ്ങൾ. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നു. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളും നിംബസാണ്. താഴ്ന്ന വിതാനങ്ങൾ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് മഴമേഘങ്ങളാണ് നിംബസ്. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കുന്നുകൾ പോലെയുള്ള മേഘങ്ങൾ നിംബസാണ്. അടിസ്ഥാന മേഘങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വിവിധ മേഘങ്ങൾ. ഉന്നത മേഘങ്ങൾ സിറസ്, സിറോസ്ട്രാറ്റസ്, സിറോക്യുമുലസ് ചേർന്നുണ്ടാകുന്നതാണ്. മധ്യതല മേഘങ്ങൾ അൾട്ടാസ്ട്രാറ്റസ്, അൾട്ടാക്യുമുലസ്. താഴ്ന്നതല മേഘങ്ങൾ സ്ട്രാറ്റോക്യുമുലസും നിംബോസ്ട്രാറ്റസും. വിശാല ലംബതല വികാസമുള്ള മേഘങ്ങൾ ക്യുമുലസും ക്യുമുലോ നിംബസുമാണ്. തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയത്തിന് കാരണം സിറോസ്ട്രാറ്റസ് മേഘം. നേർത്ത പാട പോലെ ആകാശത്ത് മൂടി കാണപ്പെടുന്ന മേഘങ്ങൾ അൾട്ടോസ്ട്രാറ്റസ്. ആകാശത്തിന് നീല ചാര നിറങ്ങൾ നൽകുന്ന മേഘങ്ങൾ അൾട്ടോസ്ട്രാറ്റസ്. ആകാശത്തിന് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അൾട്ടോ ക്യുമുലസ്. ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ. 2016 മേഘവിസ്ഫോടനം നടന്ന ഇന്ത്യൻ പ്രദേശം കർണപ്രയാഗ്. വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് എയർ പോക്കറ്റുകൾ. ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങൾ കോൺട്രെയിൽസ്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പ് എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ബ്രൗൺ ക്ലൗഡ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങൾ കൂൺ മേഘങ്ങൾ. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങൾ ബാനർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻറ്റിക്കുലർ മേഘങ്ങൾ. താഴ്ന്ന വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങളുടെ നിര ക്ലൗഡ് സ്ട്രീറ്റ്സ്.